ഈ ക്ഷേത്രം ഉണ്ടായതിന്റെ ഉൽപ്പത്തി, ഞാൻ ഇതിന്റെ ചരിത്രമോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് എനിക്ക് അറിയില്ല. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഏതൊരു കുടുംബക്ഷേത്രം ആയിക്കോട്ടെ, ആ കുടുംബക്ഷേത്രങ്ങളിലൊക്കെയുള്ള ദേവത എങ്ങനെയാണ് അവിടെ എത്തുന്നത്? ഒരു സുപ്രഭാതത്തിൽ ആ മഹാദേവനും ഭഗവതിയും കൂടി ഇനിയിപ്പോ കുറച്ചു കാലം ദൈവത്തും പറമ്പിൽ പോയിരുന്നേക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വന്നതാണെന്നാണ് നിങ്ങൾ വിചാരം? ഒരിക്കലുമല്ല. ഈ കുടുംബത്തിലെ ഏറ്റവും സാധനാ മഹാത്മ്യമുള്ള ഒരു ഉപാസകൻ ഉപാസിച്ച് 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 പ്രത്യക്ഷനാക്കി സാധനയിലൂടെ ആ ഒരു കൈവല്യം നേടിയെടുത്ത് ഇനി വരാൻ പോകുന്ന എന്റെ തലമുറയ്ക്ക് മുഴുവൻ രക്ഷയായി, താങ്ങായി, തണലായി ഇവിടെ ഉണ്ടാവണേ ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് അവരിവിടെ വരുന്നത്. അല്ലാതെ അവർക്ക് ഹണിമൂണിന് വേണ്ടി അവരിവിടെ വന്ന് റൂം എടുത്ത് താമസിക്കല്ല. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ കാരണവന്മാര് പ്രാർത്ഥിച്ച് കൊണ്ടുവന്നതാണ് അവരിവിടെ. അവരെ വിളിച്ചുകൊണ്ട് വന്നതാണ്, അല്ലാണ്ട് അവർ സ്വയം ഇഷ്ടപ്പെടാൻ വന്നതല്ല. അദ്ദേഹത്തിന്റെ ഭക്തി കണ്ട് ശരി നിന്റെ തലമുറയെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അവർ ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. ആ പ്രതിഷ്ഠ നടക്കുമ്പോൾ ഇവിടെ ആചാര്യന്മാരുണ്ടാവില്ല, അവർ പറയട്ടെ, ആ പ്രതിഷ്ഠ നടക്കുമ്പോ ആ കുടുംബത്തിലുള്ള കാരണവരും ഒപ്പം ആ കുടുംബം മുഴുവൻ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. എന്താണെന്നറിയോ? അത് ഇനി വരുംകാലം മുഴുവൻ നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളും നോക്കിക്കൊള്ളാം എന്നുള്ളതാണ്. നിങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതൊന്നും തരാതെ ഞങ്ങൾ എവിടെയും പോവില്ല എന്നൊരു പ്രതിജ്ഞ, ഒരു സത്യം ചെയ്തിട്ടാണ് നിങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ സത്യത്തിൽ നിന്ന്, ആ പ്രതിജ്ഞയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കുമ്പോഴാണ് ആ സത്യം തെറ്റിച്ചതിന്റെ ദോഷം മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. അല്ലാണ്ട് ഇവിടത്തെയുള്ള ഉമയും മഹേശ്വരനും ഒരിക്കലും നിങ്ങളെ ശപിക്കില്ല. ഗുരുവായൂരപ്പനോടും പറയില്ല ചെയ്തു കൊടുക്കണ്ട. പക്ഷേ ഇതിന്റെ നേരെ റിവേഴ്സ് പ്രോസസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം അച്ഛനും അമ്മയും നന്നായി നോക്കുന്നവരെ ഭഗവാൻ എന്ത് ഇഷ്ടമെന്ന് അറിയും. അത് ജനിപ്പിച്ച അച്ഛനും അമ്മയും ആയിക്കൊള്ളട്ടെ, നമ്മുടെ പിതാമഹന്മാരായി നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ലോകജനകനും ലോകമാതാവുമായിട്ടുള്ള രണ്ടുപേരാണ് ഇവിടെ ഇരിക്കുന്നത്. ലോകത്ത് അച്ഛൻ എന്ന് പറഞ്ഞ മഹാദേവനാണ്, ഗുരുവായൂരപ്പൻ പോലും അല്ല. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിയാണ്, മഹാലക്ഷ്മി പോലും അല്ല. അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളിദാസന്റെയൊക്കെ കൃതികളിലൊക്കെ പറയുന്നത് പോലെ ഭഗവാൻ മഹാദേവനും ജഗത് പിതാവായിട്ടുള്ള മഹാദേവൻ എന്നാ പറയുന്നത് ചെയ്യുക. അല്ലാണ്ട് ജഗത് പിതാവായിട്ടുള്ള വിഷ്ണുവിനോടും കേട്ടിട്ടുണ്ടോ? ജഗത് പിതാവായിട്ടുള്ള മഹാദേവൻ, ലോകമാതാവായിട്ടുള്ള ഭഗവതി എന്നാ പറയുന്നത് ചെയ്യുക. എല്ലാവരുടെയും അച്ഛനും അമ്മയാണ് അവർ. ആ അവരെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഗുരുവായൂരപ്പനോട് പോയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോലും അപേക്ഷ അയക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഇവര് ഗുരുവായൂരപ്പനോട് റെക്കമെൻഡ് ചെയ്യും, ഭഗവാനെ എന്റെ മക്കളാണ്, അവർക്ക് ചെറിയൊരു ആവശ്യമുണ്ട്, അത് അവിടെ നിന്ന് ഇടപെട്ടാലേ ചെയ്യാവുള്ളൂ, ഞങ്ങൾ കുറെ നോക്കി അവിടെ നിന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് ഗുരുവായൂരപ്പനോട് നിങ്ങളുടെ ഈ അച്ഛനും അമ്മയും റെക്കമെൻഡ് ചെയ്യും. എങ്ങനെ? അവരെ ചെറുതായി ഒന്ന് പരിഗണിച്ചാൽ മതി. ചെറുതായിട്ട്. നിങ്ങൾ എല്ലാ ദിവസവും അമ്പലത്തിൽ വന്ന് തുടങ്ങും പോലും ഞാൻ പറയുന്നില്ല. ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസത്തോ ഇവിടെ വന്ന് നമ്മളാലാവുന്ന വിധം എന്തെങ്കിലും ഒരു വഴിപാട് അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എത്രയോ നല്ലതാണ്. അതുകൊണ്ട് ഇനിയെങ്കിൽ മഹാക്ഷേത്രങ്ങളിലേക്ക് ഓടിപ്പോയി നിൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 3 മണിക്കൂർ, വൈശാഖ കാലാണ്, ഗുരുവായൂർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് ഭഗവാനെ കണ്ടോ കണ്ടില്ലേ എന്ന് അറിയുന്നതിന് മുമ്പ് തള്ളി അപ്പുറത്തേക്ക് ആകുന്ന കാലമാണ്. 2 അടി വെച്ചാൽ സ്വന്തം പറമ്പിലുണ്ട് ഭഗവാനും ഭഗവതി. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഗുരുവായൂര് പരമഭാഗവതനായിട്ടുള്ള കാശി തമ്പുരാൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുരുവായൂരിനെ കുറിച്ച് പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്, ഒരു വേർഡിങ്സ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നിങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ഗുരുവായൂർ വരേണ്ട ആവശ്യമില്ല. ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂർ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെയെങ്കിലും മനസ്സ് തപിച്ച് എന്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ ആ സ്ഥലത്ത് ഭഗവാൻ ഉണ്ട് എന്നാണ്. ഗുരുവായൂർ വരേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഗുരുവായൂർ വരണം. എന്തിന്? ഭഗവാന്റെ ഈ ആലഭാലങ്ങളൊക്കെ കാണാൻ, ഭഗവാന്റെ എഴുന്നള്ളിപ്പ് കാണാൻ, ഇവിടത്തെ സത്സംഗങ്ങളിൽ കൂടാൻ, ഇവിടത്തെ പ്രസാദ കൂട്ടിൽ പങ്കെടുക്കാൻ, ഭഗവാന്റെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാനൊക്കെ ഗുരുവായൂർ വേണം. അല്ലാണ്ട് ഗുരുവായൂരപ്പനെ കാണാനാണ് ഞാൻ ഗുരുവായൂർ പോകുന്നതെന്ന് പറഞ്ഞ് ഗുരുവായൂർ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിളിക്കുന്നിടത്ത് ഭഗവാനുണ്ട്. അതുപോലെ നിങ്ങൾ വിളിച്ചില്ലെങ്കിലും നിങ്ങളുടെ വിളി കാത്ത് 2 പേര് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, എന്നെ കേൾക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങളൊക്കെ DNA പഠിക്കുന്നതാണ് അല്ലെ? പാരമ്പര്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ജീനുകളെ കുറിച്ച് പഠിക്കുന്ന ആളുകളാണ് നിങ്ങൾ. DNA എന്ന് പറയും. ഇവിടത്തെ മഹാദേവനും ഭഗവതിയും നിങ്ങളുടെ DNA-യിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കിക്കൂടാ. നിങ്ങളുടെ തലമുറയിലുള്ള കാരണവന്മാർ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ള
ഒരു മുത്തശ്ശനും മുത്തശ്ശിയായിട്ട് നിങ്ങൾ അവരെ കണ്ടാൽ മതി. അതുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഒരു മഹാക്ഷേത്രത്തിലേക്ക് പോയിട്ടും ഒരു ഫലസിദ്ധിയും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് അത് പറയാനായിരിക്കാം ചിലപ്പോൾ ഭഗവാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാകും. നിർമാല്യം, ഗുരുവായൂർ വാകച്ചാർത്ത് നിർമാല്യം തൊടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും, അല്ലെ? സ്വന്തം വീട്ടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിർമാല്യം തൊഴുത് പഠിക്കണം എന്ന് പറയും ശരത്തേട്ടൻ. സ്വന്തം വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അത്ര പോയിട്ട് നിർമാല്യം തൊഴുത് പഠിക്കേണ്ടത്, എന്നിട്ട് വേണം ഗുരുവായൂർ പോയി. അല്ലാതെ ഗുരുവായൂർ പോയി നിർമാല്യം കാണുമ്പോൾ ഹായ് ഭഗവാനെ കാണാൻ എന്താ ഭംഗി, അതല്ല. തൊട്ട് മുമ്പിലുള്ള ക്ഷേത്രത്തിൽ നിർമാല്യം തൊഴുത് പഠിച്ച് പോവാ, അതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. അതുകൊണ്ട് ആ കുടുംബക്ഷേത്രത്തിലുള്ള ഭഗവതിയെയോ ഭഗവാനെയോ ഒപ്പം ഒരാളെ കൂടി ഭയങ്കരമായിട്ട് നമ്മൾ മാനിക്കേണ്ടതുണ്ട്. നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ കാലത്തുമുള്ള നന്മയ്ക്കും വേണ്ടി ആ ചൈതന്യത്തെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു കാരണവരുണ്ടാവും. മുത്തപ്പനോ അല്ലെങ്കിൽ ഗുരു എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ വെച്ച് ആരാധിക്കുന്നുണ്ടാവും, അല്ലെ? അദ്ദേഹത്തെ കൂടി ബഹുമാനിക്കാൻ, അല്ലെങ്കിൽ ആ പരമ്പരയിൽ പെടുന്ന മുഴുവൻ പിതൃക്കളെയും ബഹുമാനിക്കാൻ കൂടി പഠിക്കണം. നമ്മുടെ സാഹചര്യത്തിൽ കുടുംബക്ഷേത്രത്തിലെ ദേവതയെയും പിതൃക്കളെയും ബഹുമാനിക്കാതെ ഏതൊക്കെ മഹാക്ഷേത്രത്തിൽ എന്തൊക്കെ വഴിപാട് നിങ്ങൾ നടത്തിയാലും ഒരു തരത്തിലുള്ള ഫലസിദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് 110% ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത് ഏത് ഗുരുവായൂരായിക്കോട്ടെ, ഗുരുവായൂരപ്പൻ ചീത്ത പറയാനും വേണ്ടില്ല. സ്വന്തം കുടുംബക്ഷേത്രത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ശ്രാദ്ധ സമയത്ത് പിതൃക്കൾക്ക് കൃത്യമായിട്ടുള്ള ശ്രാദ്ധം ചെയ്യും. തിരുനെല്ലി പോകണമെന്നോ ഗയാശ്രാദ്ധം നടത്തി ഞാൻ സമർപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടാവും, ചെയ്യുന്നോ, എനിക്ക് അങ്ങനൊന്നും വിരാതില്ല. പക്ഷെ വർഷത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് അവർക്ക് വേണ്ടി മാറ്റി വെക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? നിങ്ങൾ ഇന്നിങ്ങനെ ഇരുന്ന് എന്റെ ഈ വാക്കുകൾ കേൾക്കാൻ എങ്ങനെയൊക്കെയോ കാരണക്കാരായ മനുഷ്യരെ വർഷത്തിൽ ഒരു ദിവസം ഒന്ന് ഓർത്ത് അവർക്ക് വേണ്ട ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? പിതൃക്കളെയും കുടുംബപരദേവതയും മാനിക്കാതെ ഐശ്വര്യം വന്ന ഏതെങ്കിലും കുടുംബം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും? എന്റെ അറിവിലുണ്ട് ഇപ്പോഴും സന്തതി പരമ്പരകളില്ലാതെ കഷ്ടപ്പെടുന്ന, സ്വന്തം കുലദേവതയെ തിരിഞ്ഞു നോക്കാതെ അവസാനം മണ്ഡപം കെട്ടി പ്രതിഷ്ഠിച്ച് കലശം നടത്തി ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ എന്റെ അറിവിലുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം, അഭിവൃദ്ധി, കുടുംബത്തിന്റെ തുടർച്ച ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചൈതന്യങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. അതൊന്നും കൂടെ ബലപ്പെടുത്താൻ വേണ്ടി ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് ഞാൻ പോകും. കൂടുതൽ കട്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പോരടിക്കും. ഭഗവാനെ സംബന്ധിച്ച കാര്യമാണ്, ഗുരുവായൂരപ്പനെ സംബന്ധിച്ച കാര്യമാണ്, ഒപ്പം ഇവിടുത്തെ അച്ഛനും അമ്മയായിട്ടുള്ള മഹാദേവനെ ഭഗവതിയും സംബന്ധിച്ച ഒരു കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വൈശാഖ കാലമാണ്. കൊട്ടിയൂർ എന്ന് പറയുന്ന മഹാക്ഷേത്രത്തെ കുറിച്ച് ഇവിടുന്ന് പോകുന്നുണ്ടോ? പോരണ്ടോ? ഇല്ല. കൊട്ടിയൂർ വൈശാഖാരാധനയുടെ സമയമാണ്, അല്ലെ? ഇളനീരാട്ടവും ചതുർശ്വതൊക്കെ ഉള്ള സമയമാണ്. വൈശാഖ കാലത്ത് സപ്താഹത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, അല്ലെ? ഭാഗവത സപ്താഹം നടക്കുന്ന സമയമാണ്. എല്ലാവരും ഗുരുവായൂർ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സപ്താഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 28 ദിവസം 4 ആചാര്യന്മാർ 7 ദിവസം വെച്ച് ഗുരുവായൂർ സപ്താഹമാണ്. അപ്പൊ പരമഭാഗവതനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഗുരുവായൂരപ്പൻ നിങ്ങൾ കാണുമ്പോൾ പറയാലോ, അല്ലെ? 2 കൈകളിൽ ശംഖും ചക്രവും 2 കൈകളിൽ ഗദയും പത്മവും ഒക്കെ പിടിച്ചു നിൽക്കുന്ന വിഷ്ണു രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. വിഷ്ണുവാണ് ഗുരുവായൂരുള്ളത്. ഭഗവാന്റെ പ്രതിഷ്ഠ ചതുർബാഹു ആയിട്ടുള്ള വിഷ്ണുവാണ്. പക്ഷെ നമുക്ക് എങ്ങനെ കാണാൻ ഇഷ്ടം? എങ്ങനെ കാണാൻ ഇഷ്ടം? ഉണ്ണിയാണ്, അല്ലെ? നമ്മൾ വിളിക്കുമ്പോ ഓടി വന്ന് നമുക്ക് കൊഞ്ചിക്കാനും, നമുക്ക് ചീത്ത പറയാനും, നമുക്ക് വിഷമങ്ങൾ പറയാനും, എന്തെങ്കിലും തരത്തിലുള്ള തമാശകൾ ഉണ്ടെങ്കിൽ തമാശകൾ പറയാനും, നമ്മുടെ എന്ത് കാര്യവും ഷെയർ ചെയ്യാനുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, ഏറ്റവും അടുപ്പുള്ള ഒരാള് എന്ന രീതിയിലാണ് നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ ഇഷ്ടം. വലിയ കയ്യിലൊക്കെ ചക്രവും ഗതമൊക്കെ പിടിച്ച വലിയൊരു മനുഷ്യനായിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ വളരെ കുറവാണ്. എല്ലാവർക്കും ഉണ്ണിയായിട്ട് കാണാൻ ഇഷ്ടം. ആ ഗുരുവായൂരപ്പനെ ഉണ്ണിയാക്കിയ പൂന്താനം തിരുമേനിയുടെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് കേട്ട ആൾക്കാർ ക്ഷമിക്കുക. ഗുരുവായൂരപ്പൻ സന്തോഷിക്കട്ടെ, ഇവിടുത്തെ ഭഗവാനും ഭഗവതിയും സന്തോഷിക്കട്ടെ. കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ വെച്ച് പൂന്താനം തിരുമേനി ഭാഗവത സപ്താഹം നടത്തിയ ഒരു കഥയാണിത്. പൂന്താനം കൊട്ടിയൂർ വൈശാഖ കാലത്ത് സപ്താഹ വായനയ്ക്കായി പോയി തറേ. അദ്ദേഹം ഭാഗവതം വായിച്ചു, ദശമസ്കന്ധം എത്തി, ഭഗവാന്റെ അവതാരം വായിച്ചു, രുക്മിണി സ്വയംവരം വായിച്ചു. ഒരു ദിവസം എത്തിയപ്പോൾ അദ്ദേഹം ദശമസ്കന്ധത്തില് കർഹിജിത്ത് അധ്യായം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഗുരുവായൂരപ്പനും രുക്മിണി ദേവിയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കം വരുന്ന ഒരു രംഗം. ഞാനത് പിന്നീട് വിസ്തരിക്കാം.
അത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ട് അത് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ കർഹിജിത്ത് അധ്യായത്തിൽ ഗുരുവായൂരപ്പനും രുക്മിണിയും തമ്മിൽ വഴക്കിടുന്നതാണ് രംഗം. ആ അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോ പൂന്താനം അവിടെ ഒരു ബുക്ക് മാർക്ക് വായിച്ച് വെച്ച് ഇന്നത്തെ വായന അവസാനിപ്പിച്ച് അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി പോയി. പിറ്റേ ദിവസം രാവിലെ പൂന്താനം ക്ഷേത്രത്തിലേക്ക് വന്നു, ബുക്ക് എടുത്തു. ബുക്ക് മാർക്ക് നോക്കിയപ്പോ ദശമസ്കന്ധത്തിന്റെ തുടക്കം അല്ലെങ്കിൽ 2-3 അധ്യായം പുറകിലാണ് ഇരിക്കുന്നത്, വായിച്ച ഭാഗത്തല്ല. അധ്യായത്തിന്റെ കുറച്ച് പുറകിലേക്കായിട്ടാണ് ബുക്ക് മാർക്ക് ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് സംശയം തോന്നി, ഞാൻ ഇന്നലെ വായിച്ചതല്ലേ, ഇതെങ്ങനെയാണ് പുറകിലേക്ക് വന്നത്? ഇനിയിപ്പോ വയസ്സായില്ലേ, അതിന്റെ ചില മറവികളൊക്കെ വന്നിട്ടുണ്ടാവും വിചാരിച്ച് അദ്ദേഹം വീണ്ടും അന്ന് ആ ഭാഗങ്ങൾ ഒന്നുകൂടെ വായിച്ചു. വീണ്ടും കർഹിജിത്ത് അധ്യായം കഴിഞ്ഞപ്പോ ബുക്ക് മാർക്ക് വെച്ചു, അടച്ചു വെച്ചു, വിശ്രമിക്കാനായിട്ട് പോയി. തിരിച്ചു വന്നു. പിറ്റേ ദിവസം വീണ്ടും ബുക്ക് മാർക്ക് പുറകിലേക്ക് പോയിട്ടുണ്ട്. 2-3 അധ്യായം പുറകിലായിരിക്കുന്നു. അപ്പൊ ഇപ്രാവശ്യം എന്നെ പറ്റിക്കാൻ പറ്റില്ല, ഇതിപ്പോ എന്തെങ്ങനെ? അവിടെ ഒരു ഉണ്ണി, ഒരു നല്ല തടിയൊക്കെ ഉള്ള ഒരു ഉണ്ണി അടുത്തിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അത്രേ. അപ്പൊ ആ ഉണ്ണിയോട് ചോദിച്ചു, മോനെ ഞാൻ ഈ വായന കേട്ടിരുന്നോ എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ ഉണ്ണി പറഞ്ഞു, ആ കേട്ടിരുന്നു, ഞാൻ ഇന്നലെ ഈ കർഹിജിത്ത് അധ്യായം വായിച്ചിട്ടല്ലേ നിർത്തിയത്, ഇതെങ്ങനെയാണ് ഈ സാധനം പുറകിലേക്ക് വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഉണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്ര, എന്താ പൂന്താനം പറയുന്നത്, ഇതൊന്നും വായിച്ചിട്ടില്ല, ഇന്നലെ എത്ര ഭാഗം വായിച്ചിട്ടുള്ളൂ, വായിച്ചിട തന്നെയാണ് ആ ബുക്ക് മാർക്ക് ഇരിക്കുന്നത്, ബാക്കി കൂടി വായിക്കൂ, എന്താ ഇങ്ങനെ മറവിയൊക്കെ ആയാൽ ശരിയാവുക, പൂന്താനത്തിന് നല്ല മറവിയുണ്ട് എന്ന് പറഞ്ഞ ഉണ്ണി അവിടുന്ന് പോയത്, നല്ല തടിയൊക്കെ ഒരു വീണ്ടപ്പനുണ്ട്. ശരി, അന്നും അദ്ദേഹം കർഹിജിത്ത് അധ്യായം വരെ വായിച്ച് അടച്ചു വെച്ച് തിരിച്ചുപോയി. പിറ്റേ ദിവസം വന്നപ്പോഴും ബുക്ക് മാർക്ക് 2 അധ്യായം പുറകിലാണ്. അദ്ദേഹത്തിന് മടുത്തു, ആരോ എന്നെ പറ്റിക്കുകയാണ്, പറ്റിക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൊട്ടിയൂരിന്ന് യാത്ര പോയത്രേ, തിരിച്ചുപോയി. കുറെ കഴിഞ്ഞ് വഴിയിൽ എത്തിയപ്പോ ഭാണ്ഡത്തിൽ തപ്പി നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്തെടുത്തിട്ടില്ല, ഭാഗവതം പുസ്തകം എടുത്തിട്ടില്ല. അയ്യോ, ആകെ ഒരു പുസ്തകമാണ്. നമ്മുടെ ഇന്നത്തെ പോലെ തൃശ്ശൂർ ടൗണിൽ പോയി കഴിഞ്ഞാൽ 2-3 ഭാഗവതം കിട്ടുന്ന അവസ്ഥയല്ല. അന്നത്തെ കാലത്തൊക്കെ ഒരു ഭാഗവതം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ദുർലഭമായിട്ടുള്ള അവസ്ഥയാണ്. അദ്ദേഹം വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയിത്രേ. അവിടെ യജ്ഞശാലയുടെ അടുത്ത് ചെന്നപ്പോ അദ്ദേഹം കാണുന്നത് സാക്ഷാൽ ശ്രീ മഹാദേവൻ, മമ്മിയൂരപ്പനായിട്ടുള്ള, ഇവിടത്തെ ഭഗവാനായിട്ടുള്ള മമ്മിയൂരപ്പൻ ഒരു ആവണപ്പലകയിൽ നിന്ന് കർഹിജിത്ത് അധ്യായം വായിച്ചുകൊണ്ടേ ഇരിക്കുന്ന രംഗമാണ്. തൊട്ടു മുമ്പിൽ അത് കേൾക്കുന്ന ശ്രോതാവായിട്ട് 2 പേര്, ആ ഉണ്ട കുട്ടിയായിട്ടിരുന്ന ഗണപതി ഭഗവാനും സാക്ഷാൽ ശ്രീ ഭഗവതി ആയിട്ടുള്ള പാർവതി ദേവിയും ആ കർഹിജിത്ത് അധ്യായം കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇത്ര കാണുന്നത്. ആ ദൃശ്യമാണ് പൂന്താനം കാണുന്നത്. ഭഗവാനെയും ഭഗവതിയും ഗണപതിയും നേരിട്ട് പൂന്താനം കണ്ടു എന്നാണ്. പൂന്താനം വന്നത് ഭഗവാൻ മഹാദേവൻ കണ്ടിട്ടില്ല. അധ്യായം വായിച്ചു കഴിഞ്ഞിട്ട് മഹാദേവൻ ഭഗവതിയോട് ചോദിച്ചു അത്ര, എങ്ങനെയുണ്ട് എന്റെ വായന എന്ന് ചോദിച്ചു അത്രേ. ഭഗവതി പറഞ്ഞത്രേ, പൂന്താനം വായിക്കുന്ന അത്ര പോരാ. ആരാണ് പറയുന്നത്? നേരത്തെ പറഞ്ഞ ലോകമാതാവായിട്ടുള്ള ഭഗവതിയും ജഗത് പിതാവായിട്ടുള്ള മഹാദേവനും ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട പൂന്താനത്തെ കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്താണ് അല്ലെ. ഇന്നൊക്കെ നമ്മളങ്ങനെ പറയും, ഗുരുവായൂരപ്പന്റെ സ്വന്തമാണ് ഞാൻ, അല്ലെങ്കിൽ എന്റെയാണ് സ്വന്തം ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് സാക്ഷാൽ മഹാദേവനും ഭഗവതിയും പൂന്താനത്തിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണത്. അങ്ങനെയുള്ള പൂന്താനം ഇനിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ഭഗവാനും ഭഗവതിയും നേരിട്ട് അനുഗ്രഹിച്ച, എപ്പോ ആവശ്യപ്പെട്ടാലും ഉണ്ണീന്ന് വിളിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വന്ന് ഭഗവാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന പൂന്താനത്തിന്റെ വാർദ്ധക്യ സമയം. ഞാനിത് മറ്റൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്റെ നാടുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് പറയാൻ കുറച്ചും കൂടെ അഭിമാനം കൂടുതലാണ്. പൂന്താനത്തിന്റെ ഇല്ലം ഞാൻ താമസിക്കുന്നിടത്ത് വലിയ ദൂരം, ഒരു 1/2 മണിക്കൂർ ട്രാവൽ ചെയ്താൽ അവിടെ എത്തും. കിടത്ത് പറഞ്ഞു പറയും. മറ്റുന്ന ആളുകളൊക്കെ വരണം കേട്ടോ അങ്ങോട്ടൊക്കെ. അപ്പം ആ പൂന്താനം ഇങ്ങനെ മഹാദേവനും ഭഗവതിയും സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ പൂന്താനത്തിനുണ്ടായ ഒരു അവസ്ഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലത്ത് വലിയ രീതിയിലുള്ള വസൂരി രോഗം പിടിപെട്ടു. അദ്ദേഹത്തിന് ദേഹത്ത് മുഴുവൻ വ്രണങ്ങളാണ്. വലിയ രീതിയിൽ വസൂരി അദ്ദേഹത്തെ കടന്നു പിടിച്ചു. പൂന്താനം വേദന കൊണ്ട് പൊളയുന്നൊരു സമയം. ഗുരുവായൂരപ്പനെ വന്ന് രക്ഷിക്കാറുണ്ടല്ലോ അല്ലെ. ഭഗവാനെ ഉണ്ണീന്ന് വിളിച്ചിട്ടും ഭഗവാന്റെ ഒരു സാന്നിധ്യം പൂന്താനത്തിന് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ജ്ഞാനപ്പാന എഴുതി, ഗുരുവായൂരപ്പനെ കുറിച്ച് എത്രയോ കീർത്തനങ്ങൾ എഴുതി, ഒരുപാട് പാനകൾ, ജ്ഞാനപ്പാന മാത്രമല്ല വേറെ ഒരുപാട് ദേവതകളെ കുറിച്ച് എഴുതി, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും അദ്ദേഹം എഴുതിയ കീർത്തനങ്ങളിലൂടെ അദ്ദേഹം സിദ്ധിച്ച ഒരു സിദ്ധിയും ആ വസൂരി രോഗത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി
എത്തിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ തന്റെ പ്രാണൻ പോവാറായി എന്നൊരു അവസ്ഥ വന്നു. പൂന്താനം കിടക്കയിൽ തന്നെ കിടക്കാണ്. നിങ്ങൾക്കറിയാം, അന്നത്തെ കാലത്ത് വസൂരി വന്നു കഴിഞ്ഞാൽ തൊട്ട് വീടിനടുത്തുള്ള സ്വന്തം ഭാര്യ പോലും വന്ന് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര കണ്ട് സാംക്രമികമായിട്ടുള്ള രോഗമാണ്. വന്ന ആളുകൾ മരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ആ സമയത്ത് പൂന്താനത്തിന്റെ കിടപ്പുമുറിയിലേക്ക് ഒരു വയസ്സ് കുറച്ച് തോന്നിക്കുന്ന ഒരു 10-40 വയസ്സായ ഒരമ്മ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് മുണ്ടൊക്കെ എടുത്ത് മുടി അഴിച്ചിട്ട് ആ മുടിയിൽ നല്ലൊരു ചെമ്പരത്തിമാലയൊക്കെ തൂക്കി നല്ല വലിയൊരു ചുവന്ന പൊട്ട് തൊട്ട ഒരമ്മ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. അദ്ദേഹത്തിന്റെ ആ വയസ്സായ ചുളിവുകൾ വീണ ആ കൈകൾ എടുത്തിട്ട് ആ അമ്മ ഇങ്ങനെ തലോടി തുടങ്ങി. അപ്പൊ ആരാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളത് പൂന്താനത്തിന് അറിയുന്നില്ല. അദ്ദേഹത്തിന്റെ വേദനയ്ക്ക് നല്ല ശമനമുണ്ട് അമ്മ അടുത്തിരിക്കുമ്പോ. അമ്മയുടെ കയ്യിൽ ഇങ്ങനെ കൈവച്ച് കൊടുക്കുമ്പോ എങ്ങനെയാണോ ഒരു കുട്ടി പിറന്നു വീണ സമയത്ത് സ്വന്തം അമ്മയെ കാണുമ്പോൾ എന്ത് കുളിരാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്, അതുപോലെ പൂന്താനത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് ഇത്രയും നാൾ അദ്ദേഹത്തെ കാർന്നു നിന്നുകൊണ്ടിരുന്ന വസൂരിയുടെ മുഴുവൻ ലക്ഷണങ്ങളും അദ്ദേഹത്തിന് പതിയെ പതിയെ മാഞ്ഞു പോകുന്ന പോലെ തോന്നിയത്രേ. അപ്പൊ അമ്മ ചിരിച്ചുകൊണ്ട് പൂന്താനത്തിനോട് ചോദിച്ചത്രേ, തൊട്ടടുത്തുള്ള എന്നെ മറന്നു, എല്ലാവരെയും പോയി കണ്ടു, തൊട്ടടുത്തുള്ള എന്നെ മറന്നു അല്ലേ എന്ന് ചോദിച്ചു അത്രേ. ആ വന്നത് പൂന്താനത്തിന്റെ പരദേവതയായിട്ടുള്ള, വള്ളുവനാടിന്റെ മുഴുവൻ പരദേവതയായിട്ടുള്ള സാക്ഷാൽ തിരുമാന്താംകുന്ന് ഭഗവതിയാണ് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് പൂന്താനത്തിന് ബൾബ് കത്തുന്നത്. അപ്പോഴാണ് സ്വന്തം പരദേവതയായിട്ടുള്ള തിരുമാന്താംകുന്നിൽ അമ്മയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കേണ്ടതാണ്, വായിക്കേണ്ടതാണ്. ഭഗവതിയുടെ കേശാധിപാത വർണ്ണനയായിട്ടുള്ള ഘനസംഘം എന്ന് പറയുന്ന കീർത്തനം പൂന്താനം എഴുതുന്നത്. ആ ഘനസംഘം എഴുതി പൂർത്തിയാക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വസൂരി മാറുന്നത്. ഓർത്ത് നോക്കൂ, ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട പൂന്താനം. എന്റെ ഉണ്ണി എന്ന് വിളിച്ചാൽ എന്താ പൂന്താനം എന്ന് ചോദിച്ച് പിന്നാലെ വരുന്ന ഉണ്ണിയുള്ള പൂന്താനത്തെ പോലും രക്ഷിക്കാൻ ആര് വേണ്ടു എന്ന് അവസാനം സ്വന്തം അമ്മ വേണ്ടു, സ്വന്തം പരദേവത വേണ്ടു. ആ പരദേവതാ പ്രീതി ഇല്ലാതെ നമുക്ക് ഒരു തരത്തിലും നമ്മുടെ ജീവിതത്തിൽ സാർത്ഥകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല, സാധിക്കില്ല എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഗുരുവായൂരപ്പന് വലിയ വലിയ മുതലാളിമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ 12 പവന്റെയും 21 പവന്റെയും 51 പവന്റെയും കിരീടം ഒന്നും ഇവർക്ക് വേണ്ട. ഒരു സാധാരണ ശർക്കര പായസവും അല്ലെങ്കിൽ എന്താണോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വഴിപാടായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ യഥാശക്തി ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്തു കൊടുത്താൽ തന്നെ അവർ വളരെയധികം സന്തോഷിക്കും. അതെങ്ങനെ ചെയ്യണം? നിങ്ങൾ വിദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇത് സാധിക്കുമെങ്കിലൊക്കെ എല്ലാ മാസവും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, പുറത്ത് താമസിക്കുന്ന ആൾക്കാരോട് സാധിക്കുമ്പോൾ ഒരു തവണ ഇവിടെ വന്ന് ആ വഴിപാട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. എങ്ങനെയാ അത്? എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഓണക്കാലത്ത്, ഒരു വെക്കേഷൻ കാലത്ത് സ്വന്തം അച്ഛനും അമ്മയും താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് എങ്ങനെയാണോ മക്കളായിട്ടുള്ള നിങ്ങൾ വന്ന് കുറച്ചു നേരം അവരുടെ കൂടെ നിൽക്കുമ്പോൾ, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, അവരുടെ ഒപ്പം ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അവർ സന്തോഷിക്കുന്നത്, അതുപോലെ നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ അവർക്ക് കുറച്ച് സന്തോഷം കൂടുതലാണ്. അപ്പൊ പായസം കഴിക്കുകയാണെങ്കിലും, ധാര കഴിപ്പിക്കുകയാണെങ്കിലും, ഭഗവത് സേവ കഴിപ്പിക്കുകയാണെങ്കിലും എപ്പോഴെങ്കിലും വന്നു പോകാൻ പറ്റുമെങ്കിൽ വന്ന് തന്നെ പോകണം. ഞാൻ ഒരു വർഷത്തേക്ക് എന്റെ കുടുംബക്ഷേത്രത്തിൽ ചീട്ടാക്കിയിട്ടുണ്ട് എന്നുള്ള എളുപ്പപ്പണിക്ക് എല്ലാ സമയത്തും നിൽക്കരുത്. നിങ്ങൾ എങ്ങനെയാ? നിങ്ങൾ 5 സ്റ്റാർ റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നു, നല്ല മെനു ഒക്കെ ഉണ്ട്, നല്ല കസ്റ്റമേഴ്സ് റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല റെസ്റ്റോറന്റിൽ പോയിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുന്നു. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ തൊട്ടടുത്തുള്ള തട്ടുകടയിൽ നിന്ന് പാഴ്സൽ വാങ്ങി കൊടുക്കുന്നു. ആ പരിപാടി ശരിയാണോ? ഒരിക്കലും ശരിയല്ല. നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് എന്താണോ ഉള്ളത് അതൊപ്പം പങ്കിട്ട് കഴിക്കുന്നതാണ് അവർക്ക് സന്തോഷം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം. സാധിക്കുമെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളെ ഇനി നിർബന്ധിച്ചിട്ട് നിങ്ങൾ എന്നെ ഇവിടുന്ന് ഓടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും വന്ന് കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഇത് നിങ്ങളുടെ വീടാണല്ലോ, അല്ലാണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഒരു സ്ഥലത്ത് നിന്നല്ല നിങ്ങൾ പോകുന്നത്. ഗുരുവായൂർ അമ്പലത്തിനകത്ത് നിങ്ങൾ കയറി, എക്സാമ്പിൾ നിങ്ങൾ വൈശാഖത്തിൽ പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറി ഗുരുവായൂരപ്പനെ കണ്ടു, ആ അനന്തശയനത്തിന്റെ അവിടെയൊക്കെ തൊഴുതു, ഗണപതിയുടെ അവിടെ തൊഴുതു, ആ അനന്തശയനത്തിന്റെ അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് ധ്യാനിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അവിടെ ഇരുന്ന് വിചാരിക്കാം. ഒരു 15ാമത്തെ മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ എന്ത് പറയും? പുറത്ത് പോകണം പറയും. അധികം സമയം ഇവിടെ ഇരിക്കരുതെന്ന് പറയും. ഇവിടെ നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറയും? നിങ്ങളുടെ വീടാണ്. ഒരാളും നിങ്ങളെ ഇവിടുന്ന് ഓടിക്കാനില്ല, ഒരാളും നിങ്ങളോട് ഇവിടെ കൺട്രോൾ ചെയ്യാനില്ല, ഒരാളും നിങ്ങളെ ഇവിടെ ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് എങ്ങനെയാണോ നോക്കാൻ തോന്നുന്നത് വിധി അനുസരിച്ച് അതുപോലെ അവരെ സ്നേഹിക്കാൻ പഠിക്കുക. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്കും ആ അച്ഛനും അമ്മയുടെയും സന്തോഷം എപ്പോഴും നല്ല രീതിയിൽ
അനുഭവിച്ച് അതിന്റെ ഫലങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മയായും അനുഗ്രഹമായിട്ടൊക്കെ വരാൻ അവർ സഹായിക്കുള്ളൂ. ഇനി ഈ വലിപ്പ ചെറുപ്പം കാണുന്നതിന് അപ്പാണ്